ഓക്കേടാ, ഇതേ ഒരു ഓൺലൈൻ എക്സാം ആണ് കേട്ടാ. ഓൺലൈൻ എക്സാം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ LDC സിലബസിലുള്ള ഒരു ഓൺലൈൻ എക്സാം ആയിരുന്നു കേട്ടോ. ഓൺലൈൻ എക്സാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് എക്സാം നടന്നതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേട്ടോ, അതിന്റെ കാറ്റഗറി നമ്പർ, പിന്നെ എക്സാം നടന്ന തീയതി. അതായത് നമുക്ക് ഈ മാസം 22-ാം തീയതി നടന്നൊരു എക്സാം ആണ് കേട്ടോ. കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാം ആണ്. ഓക്കെ, ആ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള LDC ടൈം കീപ്പർ കമ്പ്യൂട്ടർ പ്രോഗ്രാം, അതായത് 10th മെയിൻസ് സിലബസിലുള്ള ഒരു എക്സാം ആണ്. ഇതിൽ 2 ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വാട്ടർ ഷെഡ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ശരി. അപ്പം നമുക്ക് 100 ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ്. 100 ക്വസ്റ്റ്യൻ ഈ ഒരു സെഷനിൽ തീരുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് തീരുന്നതിന്റെ അത്ര മാക്സിമം നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യാം. ഓക്കെ അല്ലേ? ശരി, ഓക്കെ. പിന്നെ ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അത് ക്രോപ്പ് ചെയ്തെടുത്തതാണ്. ചിലപ്പോൾ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് സൂം ചെയ്ത് നോക്കണം കേട്ടോ. വായിക്കാൻ പറ്റുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ വിചാരിച്ചു വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. ഓക്കെ, ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ ഉണ്ടേ. ശരി, ഒന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്തേ. ഹൂസ് ഓട്ടോബയോഗ്രഫി ഈസ് സ്റ്റംബ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 yards. സ്റ്റംബ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 yards എന്നത് ആരുടെ ആത്മകഥ എന്നാണ് ചോദ്യം. ഓക്കെ, അറിയാമെങ്കിൽ ഉത്തരം കമന്റ് ചെയ്തേ. സ്റ്റംബ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 yards എന്നത് സയ്യിദ് കിർമാണിയുടെ കേട്ടോ, സയ്യിദ് കിർമാണിയുടെ ആത്മകഥയാണ്. സയ്യിദ് കിർമാണിയുടെ ആത്മകഥയാണ് കേട്ടോ. സയ്യിദ് കിർമാണിയുടെ ആത്മകഥയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അത് എഴുതിയിട്ടുള്ളവർക്ക് മാർക്ക് ലഭിച്ചു. ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും നിൽക്കണമെന്നില്ല. വർക്കൗട്ട് ചെയ്യാത്ത ആൾക്കാർ മാത്രം നിന്നാൽ മതി കേട്ടോ. ഓക്കെ, സയ്യിദ് കിർമാണിയുടെ ആത്മകഥയാണ് ഈ സ്റ്റംബ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 yards എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥ എന്താണ്? സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥ എന്താണ് അറിയോ ആർക്കെങ്കിലും? സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥ പ്ലേയിങ് ഇറ്റ്സ് മൈ വേ എന്നതാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥ. പ്ലേയിങ് ഇറ്റ്സ് മൈ വേ എന്നതാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥ കേട്ടോ. ഓക്കെ, യുവരാജ് സിംഗിന്റെ ആത്മകഥ അറിയോ? യുവരാജ് സിംഗിന്റെ ആത്മകഥ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്നെങ്കിലും പറ. ഇങ്ങനെ വെറുതെ എഴുതിട്ട് എന്തോ കാര്യം? അറിയത്തില്ല. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണിത്. ഓക്കെ, സച്ചിൻ്റെത് അറിയത്തില്ലായിരുന്നോ? സച്ചിൻ്റെത് അറിയത്തില്ലായിരുന്നോ? പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നത് സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയാണ്. ഓക്കെ, ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ആടെ ആത്മകഥയാണ്. ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ആടെ ആത്മകഥയാണ്. അത് യുവരാജ് സിംഗിന്റെ ആത്മകഥയാണ്. ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് യുവരാജ് സിംഗിന്റെ ആത്മകഥയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സണ്ണി ഡേയ്സ് ആടെ ആത്മകഥയാണ്. സണ്ണി ഡേയ്സ് സുനിൽ ഗവാസ്കറുടെ ആത്മകഥയാണ്. സണ്ണി ഡേയ്സ് എന്ന് പറയുന്നത് സുനിൽ ഗവാസ്കറുടെ ആത്മകഥയാണ്. അതുപോലെ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് ട്രൂ കളേഴ്സ് ആടെ ആത്മകഥയാണ്. ട്രൂ കളേഴ്സ് ഓഡം ഗിൽക്രിസ്റ്റിന്റെ ആത്മകഥയാണ്. ട്രൂ കളേഴ്സ് എന്ന് പറയുന്നത്. എന്താ അതിന്റെ പ്രാധാന്യം? എന്തുവാ അത് ചോദിക്കാനുള്ള ഒരു പ്രാധാന്യം എന്താണ്ടാ? നമുക്കത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ട്രൂ കളേഴ്സ് എന്ന ആത്മകഥ ആരുടേതെന്ന് നമുക്ക് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള റീസൺ എന്താണ്? എന്തുകൊണ്ടാണ് ഈ ട്രൂ കളേഴ്സ് എന്ന ആത്മകഥ ആഡം ഗിൽക്രിസ്റ്റിന്റെ ചോദിക്കാനുള്ള കാരണം? അതില് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർക്കെതിരെ അതൊരു പരാമർശം വന്നത് കൊണ്ടാണ് ട്രൂ കളേഴ്സ് എന്ന് പറയുന്ന ആത്മകഥയില് സച്ചിനെതിരെ പരാമർശം വന്നുകൊണ്ടാണ് PSC എന്ത് ചെയ്തത്, ആ ഒരു ചോദ്യം എന്ത് ചെയ്തത് പിള്ളേരെ ഇട്ടത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു സംഭവങ്ങൾ ഓർത്തിരിക്കുക, ഈ പറഞ്ഞ ഇതൊക്കെ ഓർത്തിരിക്കുക. ഏതെങ്കിലും പറയണോടാ? പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്ന നമ്മുടെ മറ്റേ കായിക താരങ്ങളുടെ ആത്മകഥയിൽ നമ്മുടെ ഇത് ചോദിക്കും. അതായത് മേരി കോമിന്റെ ആത്മകഥ ചോദിക്കും. മേരി കോമിന്റെ ആത്മകഥ എന്താണ്? മേരി കോമിന്റെ സരിത മൈക്ക് ഓണാണ്, മ്യൂട്ട് ചെയ്യണേ. അൺബ്രേക്കബിൾ എന്നാണ് ആടെ ആത്മകഥ. മേരി കോമിന്റെ ആത്മകഥ വരുന്നത് അൺബ്രേക്കബിൾ എന്നാണ് മേരി കോമിന്റെ ആത്മകഥ വരുന്നത്. നമുക്ക് ചോദിക്കുന്നതാണ് അൺബ്രേക്കബിൾ മേരി കോമിന്റെ ആത്മകഥയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ആത്മകഥ, നമ്മുടെ ഹോക്കി മാന്ത്രികൻ ഇദ്ദേഹത്തിന്റെ നമ്മുടെ ധ്യാൻ ചന്ദിന്റെ ആത്മകഥയും ചോദിക്കും.
ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന്റെ ആത്മകഥ ദ ഗോൾ എന്നാണ്. ദ ഗോൾ എന്നാണ് ധ്യാൻചന്ദിന്റെ ആത്മകഥ. ഇതൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ പ്ലേയിങ് ഇറ്റ്സ് മൈ വേ എന്ന് പറഞ്ഞ സച്ചിന്റെ ആത്മകഥയാണ്. അതുപോലെ തന്നെ ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്നത് ആരുടെ ആത്മകഥയാണ്? അത് നമ്മുടെ യുവരാജ് സിംഗിന്റെ ആത്മകഥയാണ്. സണ്ണി ഡേയ്സ് സുനിൽ ഗവാസ്കറുടെ ആത്മകഥയാണ്. ട്രൂ കളേഴ്സ് ആരുടെ ആത്മകഥയാണ്? അത് നമ്മുടെ ആഡം ഗിൽക്രിസ്റ്റ് കേട്ടോ. ആഡം ഗിൽക്രിസ്റ്റ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ്. ആഡം ഗിൽക്രിസ്റ്റ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അൺബ്രേക്കബിള് മേരി കോമിന്റെ ആത്മകഥയും. ദ ഗോൾ എന്നത് ധ്യാൻചന്ദിന്റെ ആത്മകഥയുമാണ് കേട്ടോ. ഓക്കെ, കായിക താരങ്ങളുടെ ആത്മകഥയും അത് നോക്കിയിരിക്കുക. സ്പോർട്സ് എന്നുള്ള ചോദ്യങ്ങളിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അടുത്ത ഐ ടു ഹാഡ് എ ഡ്രീം ഈസ് ദ ഓട്ടോബയോഗ്രഫി. അതായത് ഐ ടു ഹാഡ് എ ഡ്രീം എന്നത് ആരുടെ ആത്മകഥ എന്നാണ് ചോദ്യം. ഐ ടു ഹാഡ് എ ഡ്രീം എന്നത് ആരുടെ ആത്മകഥയാണ്? അത് നമ്മൾ ധാരാളം തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഐ ടു ഹാഡ് എ ഡ്രീം ഡോക്ടർ വർഗീസ് കുര്യന്റെ ആത്മകഥയാണ് അല്ലെ. ഡോക്ടർ വർഗീസ് കുര്യന്റെ ആത്മകഥയാണ് ഐ ടു ഹാഡ് എ ഡ്രീം. ആൻ അൺഫിനിഷ്ഡ് ഡ്രീമും ഇദ്ദേഹത്തിന്റെ കൃതിയാണ് അല്ലെ. ആൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്നതും ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. അതുപോലെ തന്നെ ഐ ടു ഹാഡ് എ ഡ്രീം എന്നതും ഇദ്ദേഹത്തിന്റെ ആത്മകഥാ കൃതിയാണ്. ആൻ അൺഫിനിഷ്ഡ് ഡ്രീമും ഇദ്ദേഹത്തിന്റെ ആത്മകഥാ കൃതിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഉണ്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് പലപ്പോഴും ചോദിക്കുന്നതാണ്. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ്, QUEST, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്നത് MS സ്വാമിനാഥന്റെ കൃതിയാണ് കേട്ടോ. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ MS സ്വാമിനാഥന്റെ കൃതിയാണ്. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. നോട്ട് ചെയ്തൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇദ്ദേഹത്തിന്റെ രാജാരാമണ്ണയുടെ ആത്മകഥ PSC ചോദിക്കാറുണ്ട്. രാജാരാമണ്ണയുടെ ആത്മകഥ എന്താണ്? ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ് രാജാരാമണ്ണയുടെ ആത്മകഥ ചോദിക്കുന്നതാണ്. രാജാരാമണ്ണയുടെ ആത്മകഥ ആർക്കെങ്കിലും അറിയോടെ? രാജാരാമണ്ണയുടെ ആത്മകഥ ഇയേഴ്സ് ഓഫ് പിൽഗ്രിം ആണ് കേട്ടോ. ഇയേഴ്സ് ഓഫ് പിൽഗ്രിം കേട്ടോ. ഇയേഴ്സ് ഓഫ് പിൽഗ്രിം ആണ്. ഇയേഴ്സ് ഓഫ് പിൽഗ്രിം എന്ന് പറയുന്ന ആത്മകഥയാണ് ആരുടേത്? രാജാരാമണ്ണയുടെ. ഇയേഴ്സ് ഓഫ് പിൽഗ്രിം എന്ന് പറയുന്നതാണ് രാജാരാമണ്ണയുടെ ആത്മകഥ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പം വർഗീസ് കുര്യന്റെ ഓർത്തിരിക്കുക. ഐ ടു ഹാഡ് എ ഡ്രീമും ആൻ അൺഫിനിഷ്ഡ് ഡ്രീമും ആരുടെ തന്നെയാണ്? വർഗീസ് കുര്യന്റെ തന്നെയാണ്. വർഗീസ് കുര്യൻ ആരാണ്? വർഗീസ് കുര്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ധവള വിപ്ലവത്തിന്റെ പിതാവാണ് അല്ലെ. ധവള വിപ്ലവത്തിന്റെ പിതാവാണ് ആര്? വർഗീസ് കുര്യൻ. ധവള വിപ്ലവത്തിന്റെ പിതാവാണ് വർഗീസ് കുര്യൻ. അതുപോലെ തന്നെ അമൂലിന്റെ സ്ഥാപകൻ വർഗീസ് കുര്യനാണ്. അമൂൽ അല്ലേ. അമൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് അല്ലെ. അമൂൽ ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറഞ്ഞ സ്ഥലം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്നത് അമൂൽ എന്നാണ്. അമൂലിന്റെ സ്ഥാപകൻ ആരാണ്? വർഗീസ് കുര്യനാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ പാൽക്കാരൻ എന്നാണ് കേട്ടോ. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നാണ് ആരറിയപ്പെടുന്നത്? വർഗീസ് കുര്യനെ അറിയപ്പെടുന്നത്. പാൽക്കാരൻ എന്നാണ് വർഗീസ് കുര്യനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം എന്നറിയോ? ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയാണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഹരിയാനയാണ്. ഓക്കെ, അപ്പൊ മറക്കണ്ട പറഞ്ഞ പുസ്തകങ്ങൾ. ഇയേഴ്സ് ഓഫ് പിൽഗ്രിം രാജാരാമണ്ണയുടേതാണ്. അതുപോലെ ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ MS സ്വാമിനാഥന്റെ പുസ്തകമാണ്. അദ്ദേഹം മരിച്ചത് കൊണ്ട് കഴിഞ്ഞ 2023 അദ്ദേഹം മരിച്ചു അല്ലേ. മരിച്ച ഡേറ്റ് ഒക്കെ നമുക്ക് പരീക്ഷ ചോദിച്ചിട്ടുണ്ടായിരുന്നു. MS സ്വാമിനാഥൻ മരിച്ച ഡേറ്റ് ഒക്കെ 2023 സെപ്റ്റംബർ മാസം 23 അദ്ദേഹം അന്തരിച്ചത്. ഓക്കെ, അദ്ദേഹത്തിന് ഭാരതരത്നയൊക്കെ ലഭിച്ചായിരുന്നു അല്ലേ. അദ്ദേഹത്തിന് ഭാരതരത്നയൊക്കെ ലഭിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. സെപ്റ്റംബർ 28 ആണല്ലേ. സെപ്റ്റംബർ 28. ഓക്കെ, 2023 സെപ്റ്റംബർ 28 കേട്ടോ. ഓക്കെ, 2023 സെപ്റ്റംബർ 28. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ കൃതിയാണ് ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ രാജാരാമണ്ണയുടെ ആത്മകഥയാണ് ഇയേഴ്സ് ഓഫ് പിൽഗ്രിം കേട്ടോ. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ വർഗീസ് കുര്യൻ കേട്ടോ. ധവള വിപ്ലവത്തിന്റെ പിതാവ്, അമൂലിന്റെ സ്ഥാപകൻ, ഇന്ത്യയുടെ പാൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഓക്കെ, ക്ഷീരവികസന ബോർഡ് അത് തന്നെ. ക്ഷീരവികസന ബോർഡ് തന്നെ നമ്മളെ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ആനന്ദില്. ഡയറി ഡെവലപ്മെന്റ് ബോർഡല്ല, ഡയറി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഡയറി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ആനന്ദില്. ഓക്കെ,
ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതെവിടെയെന്നറിയോ? ഡയറി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഡയറി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആനന്ദിലാണ് കേട്ടോ. ഡയറി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആനന്ദിലാണ്. ഇനി ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ക്ഷീര ഗവേഷണ കേന്ദ്രം എവിടെ നേട്ട് കഴിഞ്ഞാൽ അത് എവിടെയാണ് പിള്ളേരെ? അത് കർണാൽ ഹരിയാന. കർണാൽ ഹരിയാനയിലാണ്. കർണാൽ ഹരിയാനയിലാണ് ഈ പറഞ്ഞ ഏത് ക്ഷീര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കർണാൽ ഹരിയാനയിലും. എന്നാൽ ഈ ക്ഷീര വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ആനന്ദ് ഗുജറാത്തുമാണ്. ആനന്ദ് ഗുജറാത്താണ് കേട്ടോ. ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദ ഫാൾ ഓഫ് എ സ്പാരോ ആരുടെ ആത്മകഥയാ? ഫാൾ ഓഫ് എ സ്പാരോ ഒരു കുരുവിയുടെ പതനം. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? സലീം അലിയുടെ ആത്മകഥയാണ് കേട്ടോ. ഒരു കുരുവിയുടെ പതനം സലീം അലിയുടെ ആത്മകഥയാണ്. ഒരു കുരുവിയുടെ പതനം സലീം അലിയുടെ ആത്മകഥയാണ് കേട്ടോ. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ, ബേഡ്മാൻ ഓഫ് ഇന്ത്യ, ബേഡ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സലീം അലിയുടെ ആത്മകഥയാണ്. സലീം അലിയുടെ ആത്മകഥയാണ് എന്ത് കുട്ടികളെ? ഈ ഫാൾ ഓഫ് എ സ്പാരോ. അത് ഓർത്തിരിക്കുക, അത് ചോദിക്കുന്നതാണ്. അടുത്ത, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് in charge of a referendum conducted in പൊന്നാനി താലൂക്ക് as part of ഗുരുവായൂർ സത്യാഗ്രഹ. അതായത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് പൊന്നാനി താലൂക്കിൽ സംഘടിപ്പിച്ച ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം വഹിച്ചത് ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന പൊന്നാനി താലൂക്കിൽ നടന്ന ജനഹിത പരിശോധന കേട്ടോ. ആ ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് ആരെന്നാണ് ചോദ്യം. ആരാണ് കുട്ടികൾ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്. പിള്ളേരെ, അത് ടി പ്രകാശമാണ് കേട്ടോ. ടി പ്രകാശമാണ് അതിന് നേതൃത്വം നൽകിയത് കേട്ടോ. ടി പ്രകാശം, നമുക്ക് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമാണ് ഈ പൊന്നാനി താലൂക്കിൽ നടന്ന ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നടന്ന ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. എന്തിനായിരുന്നു ജനഹിത പരിശോധന? എന്തായിരുന്നു ആ ചോദ്യം? എന്തായിരുന്നു ആ സർവേയുടെ ചോദ്യം? എന്തായിരുന്നു പിള്ളേരെ, അറിയോ നിങ്ങൾക്ക്? അതായത് ഈ എന്തിനായിരുന്നു ഈ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്? എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം, അല്ലേ? എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നൽകണം എന്നതായിരുന്നു നൽകണോ വേണ്ടേ എന്നതായിരുന്നു ആ ഒരു സർവേയുടെ അല്ലെങ്കിൽ ജനഹിത പരിശോധനയ്ക്ക് ഉണ്ടായിരുന്ന ചോദ്യം. ഇതിൽ എന്താ റിസൾട്ട് എന്തായിരുന്നു? ആൾക്കാർ, പൊന്നാനി താലൂക്കിലെ ജനങ്ങൾ എന്താണ് പറഞ്ഞത്? വേണമെന്നാണ് പറഞ്ഞത്, അല്ലെ? ക്ഷേത്രപ്രവേശനം നൽകണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ വരും കേട്ടോ. അതായത് പൊന്നാനി താലൂക്കിൽ നടന്ന ആ ഒരു ജനഹിത പരിശോധനയിൽ ജനങ്ങൾ പിന്തുണച്ചു അല്ലെങ്കിൽ പിന്തുണച്ചില്ല, അങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇടും. ആ ജനഹിത പരിശോധന നേതൃത്വം നൽകിയത് ടി പ്രകാശമാണ് കേട്ടോ. ടി പ്രകാശം. ഓക്കെ, അതൊരു ഒരു ചെറിയ രീതിയിലുള്ള ഒരു സർവേ ആയിരുന്നു കേട്ടോ. ഒരു ചെറിയ രീതിയിലുള്ള സർവേ ആയിരുന്നു. നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്ലസ് 1 പ്ലസ് 2 പോർഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പ്ലസ് 1 പ്ലസ് 2 നമുക്കത് കൃത്യമായിട്ട് ആ ഒരു കാര്യം വരുന്നുണ്ട്. അത് അവിടെ നിന്നുള്ള ചോദ്യമാണിത്. ഓക്കെ, ടി പ്രകാശമാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ശരി, അടുത്ത ചോദ്യം. കഥകളി ഈസ് സെറ്റ് ടു ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാൻസ് ഫോംസ്? അതായത് താഴെ സൂചിപ്പിച്ച നൃത്തകലകളിൽ ഏതിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചതെന്നാണ്. നമുക്കറിയാം കഥകളിയുടെ മുൻകാല രൂപം എന്ന് പറയുന്നത് ഏതാണ് പിള്ളേരെ? കഥകളിയുടെ മുൻകാല രൂപം എന്ന് പറയുന്നത് രാമനാട്ടമാണ്. രാമനാട്ടമാണ് കഥകളിയുടെ മുൻകാല രൂപം എന്ന് പറയുന്നത്. രാമനാട്ടമാണ്. ഓക്കെ, ഈ രാമനാട്ടത്തിന് രൂപം നൽകിയ വ്യക്തിയാണ് ആര്? രാമനാട്ടത്തിന് രൂപം നൽകിയ വ്യക്തിയാണ് കൊട്ടാരക്കര തമ്പുരാൻ കേട്ടോ. കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിന് നേതൃത്വം നൽകിയത്. കഥകളിയുടെ മുൻകാല രൂപമാണ് രാമനാട്ടം എന്ന് പറയുന്നത്. രാമനാട്ടം. ഓക്കെ, ദാസിയാട്ടം ഏതാണ്? ദാസിയാട്ടം ഏതാണ് വളരെ? ദാസിയാട്ടം മോഹിനിയാട്ടം എന്ന് എല്ലാവരും എങ്ങനെ പറയുന്നത്? ദാസിയാട്ടം മോഹിനിയാട്ടം എന്ന്. ഭരതനാട്യമില്ലേ? നിങ്ങൾ ഈ ഒരാളുടെ കമന്റ് നോക്കിയിട്ട് ബാക്കിയുള്ള കമന്റ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യുക കേട്ടാ. ഭരതനാട്യത്തിന്റെ മുൻകാല രൂപമാണ് ഈ ദാസിയാട്ടം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഭരതനാട്യത്തിന്റെ മുൻകാല രൂപമാണ് ദാസിയാട്ടം എന്ന് പറയുന്നത്. ഭരതനാട്യത്തിന്റെ വീഡിയോ സ്റ്റക്ക് ആയിരുന്നു. ഓക്കെ, ആയിട്ടോ. ഇനി വേറൊരു ചോദ്യമുണ്ട്. ഈ ബയലാട്ടം എന്നറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ബയലാട്ടം അറിയപ്പെട്ടിരുന്നല്ല, ഒരു നൃത്തരൂപത്തിന്റെ, അല്ലെങ്കിൽ ആരുടെ മൈക്ക് ഓണാണ്? മ്യൂട്ട് ചെയ്യണേ. ആരുടെ മൈക്ക് ഓണാണ്? മ്യൂട്ട് ചെയ്യണേ. അപ്പോൾ ഈ ബയലാട്ടം ഏതെങ്കിലും ഒരു ഏതൊരു നൃത്തരൂപത്തിന്റെ മറ്റൊരു പേരാണ്. യക്ഷഗാനം, അല്ലെ? യക്ഷഗാനത്തിന്റെ മറ്റൊരു പേരാണ് ബയലാട്ടം എന്ന് പറയുന്നത്. ബയലാട്ടം കേട്ടോ. യക്ഷഗാനത്തിന്റെ മറ്റൊരു പേരാണ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കുന്നതാണ് അർജുന നൃത്തം. അർജുന നൃത്തത്തിന് വേറൊരു പേരുണ്ട്. അർജുന നൃത്തം. പിള്ളേർ, അർജുന നൃത്തത്തിന് മറ്റൊരു പേര് മയിൽപീലി തൂക്കം എന്നാണ്. മയിൽപീലി തൂക്കം എന്നതാണ് അർജുന നൃത്തത്തിന്റെ മറ്റൊരു പേര് കേട്ടോ. മയിൽപീലി തൂക്കം എന്നതാണ് അർജുന നൃത്തത്തിന്റെ മറ്റൊരു പേര്. ഓക്കെ, അപ്പം രാമനാട്ടം മറക്കണ്ട. രാമനാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം എന്ന് പറയുന്നത്. ഈ രാമനാട്ടത്തിന് രൂപം നൽകിയ വ്യക്തിയാണ് കൊട്ടാരക്കര തമ്പുരാൻ. ദാസിയാട്ടം ഭരതനാട്യമാണ്, വയലാട്ടം യക്ഷഗാനമാണ്, അർജുന നൃത്തം മയിൽപീലി തൂക്കം, രണ്ടും സെയിം ആണ്. ഈ കഥകളിയെ ജനകീയമാക്കിയത് ഒരു മലയാള കവിയാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? കഥകളിയെ ജനകീയമാക്കിയത് ഒരു മലയാള കവിയാണ്. ആരാണ് കഥകളി ജനകീയമാക്കിയ മലയാള കവി? ആരാണ് പിള്ളേരെ? അത് വള്ളത്തോളാണല്ലേ? വള്ളത്തോളാണ് കഥകളിയെ ജനകീയമാക്കിയ മലയാള കവി. ആരാണ്? വള്ളത്തോളാണ് കഥകളിയെ ജനകീയമാക്കിയ മലയാള കവി. ഈ വള്ളത്തോളിന്റെ ജന്മദിനവും കഥകളിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? വള്ളത്തോളിന്റെ ജന്മദിനവും കഥകളിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ബന്ധം? ഒക്ടോബർ 1 ഒക്ടോബർ 16 അദ്ദേഹത്തിന്റെ ജന്മദിനം. ഒക്ടോബർ 16 ജന്മദിനം. എന്തായിട്ട് ആചരിക്കുന്നു? വള്ളത്തോളിന്റെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 16 ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കുന്നു കേട്ടോ. ഒക്ടോബർ 16 ദേശീയ കഥകളി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. വള്ളത്തോളിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 16 ദേശീയ കഥകളി ദിനമായിട്ടാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ ആചരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? സെറ്റല്ലേ? സെറ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യം. Which among the following women leaders was a member of Constituent Assembly which framed the Constitution of India? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായി പ്രവർത്തിച്ച് താഴെ പറയുന്നവരിൽ ഏത് വനിതാ നേതാവാണെന്നാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയും വനിതകളും നമുക്ക് റീസെന്റ് ആയിട്ട് പല തവണ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾ അത് എന്ത് ചെയ്യുക? അത് നോക്കി പഠിക്കുക കേട്ടോ. അത് പഠിക്കുക കേട്ടാ. ഒരു വനിതകളുടെ പേര്, പ്രത്യേകിച്ച് മലയാളി വനിതകൾ, അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. മലയാളി വനിതകൾ അല്ലാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇനി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കാണും, മലയാളി വനിതകൾ അല്ലാതെ തന്നെ ചോദ്യം വരാറുണ്ട് ബാക്കിയുള്ള വനിതകളിൽ നിന്ന്. മൊത്തത്തിൽ 17 വനിതകൾ ഉണ്ടായിരുന്നു. അതിൽ വിഭജനത്തിന് ശേഷമുള്ള 15 വനിതകളുടെ പേര് നിങ്ങൾ പഠിക്കണം. മനസ്സിലായ? മൊത്തത്തിൽ 17 വനിതകൾ ഉണ്ടായിരുന്നു. വിഭജനത്തിന് ശേഷമുള്ള 15 വനിതകൾ. എനിക്കൊന്ന് റീസെന്റ് ആയിട്ട് ക്ലാസ് എടുത്തെന്ന് തോന്നുന്നു. ഞാൻ എന്റെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ദാക്ഷായണി വേലായുധനാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ദാക്ഷായണി വേലായുധൻ എവിടെ നിന്നാ പോയത്? തിരുവിതാംകൂറിൽ നിന്നാണോ പോയത്? അല്ല, ദാക്ഷായണി വേലായുധൻ റെപ്രസെന്റ് ചെയ്തത് മദ്രാസ് ആണ് അല്ലെ? മദ്രാസ് ആണ് ദാക്ഷായണി വേലായുധൻ റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, ഈ ദാക്ഷായണി വേലായുധന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ആ ദാക്ഷായണി വേലായുധൻ ദളിത് വനിതയായിരുന്നു അല്ലെ? ദളിത് വനിതയായിരുന്നു. ദാക്ഷായണി വേലായുധൻ ദളിത് വനിതയായിരുന്നു ദാക്ഷായണി വേലായുധൻ കേട്ടോ. മദ്രാസിൽ നിന്ന് ദാക്ഷായണി വേലായുധൻ ഒറ്റയ്ക്കായിരുന്നോ? അല്ല, മദ്രാസിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ഒരു വനിത കൂടി ഉണ്ടായിരുന്നു. ആരാണ്? അമ്മു സ്വാമിനാഥൻ എന്തായിരുന്നു കുട്ടികളെ? മദ്രാസിൽ നിന്നുള്ള വനിതയായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്കുള്ള. ഇനി ഒരാളുണ്ടായിരുന്നല്ലോ. ആരാ അത്? മൂന്നാമത്തെ വനിത ആരാ? മൂന്നാമത്തെ വനിത ആനി മസ്കരീനാണ്. മൂന്നാമത്തെ വനിത ആനി മസ്കരീനാണ്. ഈ ആനി മസ്കരീൻ എവിടെന്നാ? തിരുവിതാംകൂറിലായിരുന്നു അല്ലെ? തിരുവിതാംകൂറിൽ നിന്നായിരുന്നു ആനി മസ്കരീൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയാണെന്ന് നിങ്ങൾ ആരെ പറയും? ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതിയായ ദളിത് വ്യക്തി ആരാണെന്ന് കേട്ടോ നിങ്ങൾ ആരെ പറയും? ദളിത് രാഷ്ട്രപതി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് KR നാരായണനാണ് കേട്ടോ. ദളിത് രാഷ്ട്രപതി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് KR നാരായണനും, അതുപോലെ തന്നെ ഗോത്രവർഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ദ്രൗപദി മുർമുവുമാണ്. രണ്ടും രണ്ട് ചോദ്യങ്ങളാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതി എന്ന് ചോദിക്കുകയാണെങ്കിൽ KR നാരായണനും, അതുപോലെ തന്നെ ഗോത്രവർഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതി എന്ന് ചോദിക്കുകയാണെങ്കിൽ അതാരാണ്? അത് ദ്രൗപദി മുർമുവുമാണ്. ഓക്കെ, നമ്മുടെ ഇപ്പോഴത്തെ വിവരാവകാശ സാന്താൾ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. സാന്താൾ വിഭാഗം മയൂർ ഫഞ്ച്, ഒഡീഷയിലെ മയൂർ ഫഞ്ചാണ് അവിടെ സ്വദേശം. ഒഡീഷയിലെ മയൂർ ഫഞ്ചിൽ നിന്നുള്ള വ്യക്തിയാണ് ആര്? ഈ പറയുന്ന നമ്മുടെ ദ്രൗപദി മുർമു കേട്ടോ. സാന്താൾ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് കേട്ടോ.
ശരി, ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ നമ്മളെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാ? ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയക്ക് എന്തെങ്കിലും ഈ രീതിയിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമുക്ക് ചോദ്യം വന്നതാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആവുന്ന ആദ്യത്തെ ദളിത് വ്യക്തിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആവുന്ന ആദ്യത്തെ ദളിത് വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. ദേശീയ മുഖ്യ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. കേരളത്തിലാരാ? കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാ? വി ഹരിനായരാണ് കേട്ടോ. വി ഹരിനായരാണ് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഓർത്തിരിക്കുക. ഓക്കെ, വി ഹരിനായരാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത് വേറൊരു ചോദ്യം. എന്തൊരു ചോദ്യം മനസ്സിലാലോചിച്ചതാ. ഓർമ്മ പറഞ്ഞുതരാം. ഈ ദളിത് എന്ന പദം ആദ്യം യൂസ് ചെയ്താരാ? ദളിത് എന്ന പദം ആദ്യമായിട്ട് യൂസ് ചെയ്താരാ? അംബേദ്കർ അല്ല, അംബേദ്കറുടെ ഗുരുവാണ് കേട്ടോ. ജ്യോതി റാവ് ഫുലെയാണ് ദളിത് എന്ന പദം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. ദളിത് എന്ന പദം ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്? അത് BR അംബേദ്കറുടെ ഗുരുവായിട്ടുള്ള ജ്യോതി റാവ് ഫുലെയാണ് കേട്ടോ. ഓക്കെ, ഫ്രീഡം ഫൈറ്റർ ഓഫ് ഇന്ത്യ ഹു ഈസ് നോൺ ആസ് ദ പ്രിൻസ് ഓഫ് പാട്രിയോട്സ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. അതെ, എല്ലാവരും കമന്റ് ചെയ്യൂ. നിങ്ങളൊക്കെ ഈ പരീക്ഷയ്ക്ക് പോണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ സീരിയസ് ആയിട്ട് പറയണതാണ്. നിങ്ങൾ പോണ്ട. ഇങ്ങനെ ഇത്രയും വെപ്രാളമുള്ള ആൾക്കാർ പരീക്ഷയ്ക്ക് പോയിട്ട് എന്തിനാ വളരെ സമയം കളയുന്നത്? നിങ്ങൾ വീട്ടിൽ ഇരിക്കും, പഠിക്കുകയും വേണ്ട. അതായത് കുറച്ചുകൂടെ ബെറ്റർ. ഇത്രയും എളുപ്പമുള്ള ചോദ്യത്തില് ഇങ്ങനെ കയറി കമന്റ് ചെയ്യേണ്ട നിങ്ങൾ. ഇത് തന്നെയാണ് എക്സാമുകൾ നടക്കുന്നത്. ഇത്രയും കൂളായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് എക്സാം, ഒരു മെയിൻ എക്സാം അല്ല, നമ്മളൊരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണതാണ്. ആ സമയത്ത് പോലും ഇങ്ങനെ കമന്റ് ചെയ്ത് വിടണം നിങ്ങൾ. എക്സാം ഹാളിൽ പോയിട്ട് എന്തിനു മറിക്കാനാണ്? സീരിയസ്ലി ഞാൻ ചോദിക്കുകയാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് പോലും വായിക്കാതെ ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്യും, എന്റെ പിറകെ എങ്ങനെ ചെയ്തങ്ങ് പോകും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പഴി പറയണം കേട്ടാ. ഇങ്ങനെ പറയണം, അതാണ് എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അതായിരുന്നു എനിക്ക് വയ്യായിരുന്നു, എനിക്ക് അതായിരുന്നു ഇതായിരുന്നു. നേരെയൊക്കെ പഠിച്ച് ക്വസ്റ്റ്യനൊക്കെ നേരെ വായിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും കേട്ടാ. ക്ലിയർ ആണല്ലോ. വളരെ ആരാ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസിനെയും അതുപോലെ തന്നെ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് അത് ഭഗത് സിംഗിനെയുമാണ് കേട്ടോ. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗും ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസും യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവിയാണ് കേട്ടോ. മദൻ മോഹൻ മാളവിയാണ് യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. മദൻ മോഹൻ മാളവിയാണ് യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ്, ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ തന്നെ മദൻ മോഹൻ മാളവിയ യാചകരുടെ രാജകുമാരൻ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ഈ ദേശപ്രേം ദിവസ് അല്ലെങ്കിൽ ദേശീയ പരാക്രം ദിവസ് ഒക്കെ ആയിട്ട് ആചരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ്, സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ്. ഏതെന്നറിയാവോ? ദേശപ്രേം ദിവസ്, അതുപോലെ ദേശീയ പരാക്രം ദിവസ് ഇതൊക്കെ ആചരിക്കുന്നത് അത് ജനുവരി 23 ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം. ജനുവരി 23 കേട്ടോ. ദേശീയ പരാക്രം ദിവസ് ആയിട്ട് അല്ലെങ്കിൽ ദേശപ്രേം ദിവസ് ആയിട്ടൊക്കെ ആചരിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ജനുവരി 12 ഒരാളുടെ ജന്മദിനമാണ്. ആരുടെയെന്നറിയാവോ? ജനുവരി 12 ആരാണ്? ജനുവരി 12 സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. എന്തായിട്ട് ആചരിക്കുന്നേ? വിവേകാനന്ദന്റെ ജന്മദിനം എന്തായിട്ട് ആചരിക്കുന്നത്? വിവേകാനന്ദന്റെ ജന്മദിനം യുവജന ദിനമായിട്ടാണ് ആചരിക്കുന്നത് കേട്ടോ. ഓക്കെ, യുവജന ദിനം, ദേശീയ യുവജന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ലോക വിദ്യാർത്ഥി ദിനം ആരുടെ ജന്മദിനം എന്നറിയോ? ലോക വിദ്യാർത്ഥി ദിനം ആരുടെ ജന്മദിനം ആണെന്നറിയാവോ? ഓക്കെ, അത് APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ്. ലോക വിദ്യാർത്ഥി ദിനം ഏത് ഡേറ്റിലാണ് വരുന്നത്? ഒക്ടോബർ 15 കേട്ടോ. ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനം. APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ്. ഓക്കെ, വളരെ ഈ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോദ്യം കട്ടായി പോയിട്ടുണ്ട്. ഈ ചോദ്യം ജോവിയൻ ഗ്രഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്. ചോദ്യം കേട്ടോ. ചോദ്യം കട്ടായി പോയിട്ടുണ്ട്. ജോവിയൻ ഗ്രഹങ്ങളിൽ ഉൾപ്പെടാത്ത ഏതെന്നാണ് ചോദ്യം. കമന്റ് ചെയ്ത് ജോവിയൻ ഗ്രഹങ്ങളിൽ ഉൾപ്പെടാത്ത ഏതെന്നാണ് ചോദ്യം.
ഉൾപ്പെടാത്തതെന്നല്ല, ഉൾപ്പെടുന്നതെന്നാണ് കേട്ടോ. സോറി, ചോദ്യം മാറിപ്പോയി. ഉൾപ്പെടുന്നതെന്നാണ് ചോദ്യം. ഉൾപ്പെടുന്നത് കേട്ടോ. ജോവിയൻ ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നതെന്നാണ് ചോദ്യം കേട്ടോ. ഓക്കെ, പിള്ളേരെ നോക്കാം. ഇതില് നമുക്ക് ഈ ഭൗമഗ്രഹങ്ങളും ജോവിയൻ ഗ്രഹങ്ങളും ഉണ്ട്. ഭൗമഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ ഭൂമിയും അതിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ഭൗമഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? ഭൗമഗ്രഹങ്ങൾ ഏതൊക്കെയാ വരുന്നത്? ഇത് നമ്മളിപ്പോ മൊത്തത്തിൽ 8 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ 4 വീതം നമ്മൾ ഭൗമഗ്രഹങ്ങളും ജോവിയൻ ഗ്രഹങ്ങളുമായിട്ട് നമ്മൾ മാറ്റാറുണ്ട്. ഓക്കെ, ഭൗമഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഉണ്ടാവും? ഭൗമഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂമി, ബുധൻ, അതുപോലെ ശുക്രൻ, ചൊവ്വ. ഇതിത്രയാണ് ഭൗമഗ്രഹങ്ങൾ, അല്ലേ? ഭൗമഗ്രഹങ്ങൾ ഭൂമി, ബുധൻ, ശുക്രൻ, ചൊവ്വ, ഇതാണ് ഭൗമഗ്രഹങ്ങൾ. ജോവിയൻ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ജോവിയൻ ഗ്രഹങ്ങൾ അത് വ്യാഴവും ടീമുമാണ്. ഈ ജൂപ്പിറ്ററും അതിന്റെ കൂടെയുള്ള ഗ്രഹങ്ങളാണ് നമ്മൾ ജോവിയൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വ്യാഴം, ശനി, അതുപോലെ തന്നെ യുറാനസ്, നെപ്റ്റ്യൂൺ കേട്ടോ. ഓക്കെ, ഇതാണ് ഈ ജോവിയൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായ? അതായത് ഭൂമി, ബുധൻ, ശുക്രൻ, ചൊവ്വ കേട്ടോ. അതായത് ഭൂമിയും അതിന്റെ കൂടെയുള്ള ഗ്രഹങ്ങൾ, അതിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ഏത് പറയുന്നത്? ഈ ഭൗമഗ്രഹങ്ങളെന്നും. ജോവിയൻ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ജൂപ്പിറ്ററും അല്ലെങ്കിൽ വ്യാഴവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രഹങ്ങളുമാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ പിള്ളേരെ? അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ഇതില് ഈ പറയുന്ന മെർക്കുറി അല്ലെങ്കിൽ ബുധൻ എന്ന് പറഞ്ഞാൽ ഭൗമഗ്രഹമാണ്, അതുപോലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഭൗമഗ്രഹമാണ്, അതുപോലെ ഭൂമി എന്ന് പറഞ്ഞാൽ ഭൗമഗ്രഹമാണ്. ഇതിൽ ഉൾപ്പെടാവുന്നത് നമ്മൾ, അതായത് ജോവിയൻ ഗ്രഹങ്ങൾ ഉൾപ്പെടുന്നത് എന്നിട്ട് കഴിഞ്ഞാൽ ജൂപ്പിറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ജൂപ്പിറ്റർ, വ്യാഴമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ കട്ടായിപ്പോയി, ക്രോപ്പായി പോയി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത ചോദ്യം. വിച്ച് പ്ലാനറ്ററി വിൻഡ് ബ്ലോസ് ഫ്രം ദ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു ദ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്? അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം ഏതെന്ന് കണ്ടെത്തുക. ഓക്കെ, എക്സാമിന് മുമ്പ് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഒന്ന് റിവിഷൻ ചെയ്യേണ്ട. കാരണം ഞാനത് മുമ്പ് നിങ്ങൾക്ക് എടുത്തിട്ടുള്ളതാണെങ്കിലും എക്സാം അടുപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ റിവിഷൻ എടുക്കും. ഈ മർദ്ദ മേഖലകളും അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്ന കാറ്റുകളും. കാരണം ഈ സാധനം നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് തിരിഞ്ഞു പോവുകയും, കാരണം നമ്മൾ ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നമ്മൾ മറന്നു പോകാൻ ചെയ്യുന്ന സാധനമാണ്. അപ്പൊ എക്സാം അടുപ്പിച്ച് പഠിക്കുക. അങ്ങനെ കുറെ ടോപ്പിക്കുകളുണ്ട് കേട്ടോ വളരെ. അതായത് ചില ടോപ്പിക്കുകൾ നമ്മൾ എങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാലും കുറച്ച് സമയം മറന്നു പോകും. അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് എക്സാം അടുപ്പിച്ച് എന്ത് ചെയ്യുക? അത് നോക്കി പോവുക. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ ഫൈനൽ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ട ഒരു ചോദ്യം അല്ലെങ്കിൽ മേഖലയാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്, ഈ മർദ്ദ മേഖലകളും കാറ്റും എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? ഇതിന്റെ ആൻസർ ഏതാണ്ടേ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം ഏതാണ്? അപ്പോഴേ അത് ഈ പറയുന്ന പടിഞ്ഞാറൻ വാദങ്ങൾ, ഓപ്ഷൻ സി ആണ് കേട്ടോ. പടിഞ്ഞാറൻ വാദങ്ങളാണ്. പടിഞ്ഞാറൻ വാദങ്ങൾ അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ നമ്മൾ പറയും. ഓക്കെ, പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ പടിഞ്ഞാറൻ വാദങ്ങൾ എന്ന് പറയും കേട്ടോ. പശ്ചിമവാദങ്ങളാണ് ആൻസർ. പശ്ചിമവാദങ്ങളാണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് എടുത്തുതരും, ലാസ്റ്റ് എടുത്തുതരും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്? ശരി, അടുത്ത ദിവസത്തിലേക്ക് പോവാം. 1 2 പേരും കണ്ട് സി എഴുതിയുള്ളെന്ന് തോന്നുന്നു. അറേഞ്ച് ദ ഫോളോയിങ് മൗണ്ടൻ പാസസ് ഇൻ ദെയർ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ആൾട്ടിറ്റ്യൂഡ് ഫ്രം ദ മീൻ സീ ലെവൽ. പർവ്വത ചുരങ്ങളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് അവരോഹണ ക്രമത്തിൽ വിന്യസിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിമാലയവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ, പല ഹിമാലയത്തിൽ നിന്നുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ ഏതൊക്കെ, അതുപോലെ തന്നെ ഏറ്റവും ഈ പറയുന്ന ചുരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് റിവിഷൻ ചെയ്തിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. ആക്കിൽ അറിയാമെങ്കിൽ ബ്ലറാണോ? ബ്ലർ ഇല്ലല്ലോ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? ബ്ലർ ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, ലെഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്തേടാ. ഏതാ ആൻസർ വരുന്നേ? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അനുസരിച്ച് അവരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ അറിയത്തില്ല, ഇല്ല. ഓക്കെ, പിള്ളേർ നോക്കിക്കോ. ഇവിടെ ആദ്യം വരുന്നത് ബാരാലാച്ചയാണ് കേട്ടോ. ബാരാലാച്ചയാണ് ആദ്യം വരുന്നത് കേട്ടോ. ബാരാലാച്ചയാണ് ആദ്യം വരുന്നത്. അപ്പൊ ഇത് 1 വരും. 2 വരുന്നത് ബുർജിലയാണ് രണ്ടാമത് വരുന്നത്. 3ാമത് ഫോർട്ടുലയും 4ാമത് സോജിലയുമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഞാൻ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ 2 ക്വസ്റ്റ്യനൊക്കെ വന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ അതായത് നിങ്ങളപ്പം ഇനി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഉൾപ്പെടുത്തുക. കാരണം എന്ന് വെച്ചാൽ
LDC സിലബസിൽ നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നിന്ന് മുകളിലോട്ടുള്ള പരീക്ഷകളുണ്ട്. 10th മെയിൻസ് ഉള്ള ആൾക്കാരുണ്ട്, +2 ലെവല് പരീക്ഷകളുള്ള ആൾക്കാരുണ്ട്, ഡിഗ്രി ലെവൽ പരീക്ഷയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഓക്കെ. അപ്പം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോർഷനും നിങ്ങൾ പേടിക്കേണ്ട, ഈ ഒരു പോർഷൻ ഞാൻ ക്ലാസ് എടുത്ത് തരും കേട്ടോ. ഓക്കെ, ശരി. 10 മണി ആവാറായി. ആർക്കെങ്കിലും ലെഫ്റ്റ് ആവണമെങ്കിൽ ചോദിച്ചിട്ട് ലെഫ്റ്റ് ആവാം കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. നീലേശ്വരം ഓഫ് കാസർഗോഡ് ഡിസ്ട്രിക്ട് ഈസ് കേരള ഈസ് നോൺ ഫോർ ദ പ്രസൻസ് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മിനറൽ ഡെപ്പോസിറ്റ്സ്? അതായത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത് ഏത് ധാതുവിന്റെ നിക്ഷേപണം എന്നാണ് ചോദ്യം. നമുക്കറിയാം നീലേശ്വരത്ത് നമ്മൾ പല തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പിള്ളേരെ. നീലേശ്വരത്ത് ഏതാണ്? ബോക്സൈറ്റ് നിക്ഷേപമാണ് അല്ലെ? ബോക്സൈറ്റ് നിക്ഷേപമാണ്. ആ ബോക്സൈറ്റ് നിക്ഷേപമാണ് നീലേശ്വരം. നമുക്ക് ഇതുപോലെ നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കളിമണ്ണ് നിക്ഷേപം കേട്ടോ. കളിമണ്ണ് നിക്ഷേപം കൂടെ നമുക്ക് ചോദിക്കാറുണ്ട്. അതെവിടെയാണ്? കളിമണ്ണ് നിക്ഷേപം കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കളിമണ്ണ് നിക്ഷേപം. ബോക്സൈറ്റ് നിക്ഷേപം വരുന്നത് നീലേശ്വരമാണ് കേട്ടോ. ബോക്സൈറ്റ് നിക്ഷേപം വരുന്നത് നീലേശ്വരത്താണ് കേട്ടോ. നീലേശ്വരം, കാസർഗോഡ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഫേമസ് ചിൽക്ക ലേക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്? ചിൽക്ക തടാകം ഒഡീഷയിലാണ്. ചിൽക്ക തടാകം ഒഡീഷയിലാണ്. ചിൽക്ക തടാകം. ഓക്കെ, അടുത്ത ചോദ്യം. On a map, the scale is given as a statement 1 centimeter represents 2 kilometer on the ground. Which of the following fractional scales correctly represents this statement? ഒരു ഭൂപടത്തിൽ തോത് 1 സെന്റിമീറ്റർ 2 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. താഴെ പറയുന്ന ഏത് അംശബന്ധ തോത് രീതിയാണ് പ്രസ്താവന ശരിയായി പ്രതിനിധാനം ചെയ്യുന്നത്? ഓക്കെ, 2 കിലോമീറ്ററിനെ സെന്റിമീറ്ററിലാക്കി നിങ്ങൾക്ക് ഉത്തരം കിട്ടും. 2 കിലോമീറ്ററിനെ സെന്റിമീറ്ററിലാക്കിയ ഉത്തരം കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. അപ്പൊ പിള്ളേരെ മൂന്നാമത്തെ ടോപ്പിക്ക് ഭൂപടവും തോതും പഠിക്കണം. ഭൂപടം നമുക്കറിയാം, എല്ലാ പരീക്ഷയ്ക്കും പിള്ളേർക്ക് മാർക്ക് തരുന്ന സാധനമാണ് ഭൂപടവും തോതും. മനസ്സിലായ? ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, ഈ പറയുന്ന മർദ്ദമേഖലകൾ റിവിഷൻ ചെയ്യണം. പിന്നെ നമ്മുടെ ഹിമാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുരങ്ങളും കൊടുമുടികളും, അതായത് ഉയരം കൂടിയ പ്രദേശങ്ങളും റിവിഷൻ ചെയ്യണം. ഇപ്പൊ ഭൂപടവും തോതും അത് കണ്ടെത്താനുള്ള കാര്യവും റിവിഷൻ ചെയ്യണം. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഓരോന്ന് ചെയ്യുന്നത്. കാരണം ഇത് റീസെന്റ് ആയിട്ട് ഒരാഴ്ച മുമ്പ് നടന്ന പരീക്ഷയാണല്ലോ, ഒരാഴ്ച പോലും ആയിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ഈ മാസം അടുത്ത മാസം എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻസിലും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും ചുമ്മാ എഴുതുന്ന ഇങ്ങനെ ഉത്തരം അറിഞ്ഞൂടെങ്കിൽ നമ്മളിപ്പോ എനിക്കിത് അറിഞ്ഞൂടാ ഉത്തരം കിട്ടി അങ്ങനെ കളഞ്ഞിട്ട് പോണേക്കാളും അതിൽ നിന്ന് നിങ്ങൾ ഇനി എന്താണ് പഠിക്കാനുള്ളതെന്ന് മനസ്സിലാക്കി പോവുക. ഓക്കെ, അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ 13. ദ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി ഓഫ് ഇന്ത്യ സിൻസ് 1990 ഫോക്കസ്ഡ് ഗ്രേറ്റർ റിലയൻസ് ഓൺ. 1990-കൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതൽ ആശ്രയിച്ചിരുന്ന ഏത് നയത്തിലാണ്? ഓക്കെ, വിപണി യാന്ത്രികതയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും അതുപോലെ തന്നെ ആസൂത്രണവും സാമൂഹിക മേഖലയിൽ ചെലവിടലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിക്ഷേപം സർക്കാരിന്റെ വിപണി ഇടപെടൽ. ഓക്കെ, ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കിക്കോ. വിപണി യാന്ത്രികതയും സ്വകാര്യ മേഖല പങ്കാളിത്തവും, മാർക്കറ്റ് മെക്കാനിസം ആൻഡ് പ്രൈവറ്റ് സെക്ടർ, പ്ലാനിങ് ആൻഡ് സോഷ്യൽ സെക്ടർ സ്പെൻഡിങ്, അതായത് ആസൂത്രണവും സാമൂഹിക മേഖലകളിൽ ചെലവിടലും, അതുപോലെ തന്നെ മൂന്നാമത്തത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിക്ഷേപം, മാർക്കറ്റ് ഇന്റർവെൻഷൻ ബൈ ദ ഗവൺമെന്റ്, സർക്കാരിന്റെ വിപണി ഇടപെടൽ. ഓക്കെ, ഇടിമിന്നലാണോ? ഇടിമിന്നലൊക്കെ ആണെങ്കിൽ പ്രശ്നമല്ല, വേണമെങ്കിൽ ലെഫ്റ്റ് ആയിക്കോ. നമ്മള് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പല ആൾക്കാർക്കും ഉത്തരം കിട്ടിയില്ലെങ്കിൽ കൂടി നിങ്ങളുടെ മനസ്സിൽ എഴുതാൻ വരുന്നൊരു ഉത്തരം ഏതായിരിക്കും? ഈ പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും. കാരണം നമ്മൾ സ്വകാര്യ മേഖല പങ്കാളിത്തം കേട്ടാ,
സ്വകാര്യ മേഖല പങ്കാളിത്തം എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ, പ്രൈവറ്റൈസേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കാം, അതന്നെ 1990 ശേഷം 91 മുതൽ ന്യൂ എക്കണോമിക് പോളിസിയിൽ ഈ പറയുന്ന ലിബറലൈസേഷൻ, അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പൊ ആ ഒരു കാര്യം വെച്ച് നിങ്ങൾ ആൻസർ ചിന്തിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾ വിജയിച്ചു, അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആൻസർ കേട്ടാ. വിപണി യാന്ത്രികതയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും. കണ്ടോ, നല്ലൊരു നിലവാരത്തിലുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം കണ്ടിട്ട് ടെൻഷൻ ആവുകയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് ഇനി ഇതൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന അത്ര നല്ലതാണ്. നമുക്ക് എക്സാമിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് നല്ലത് തന്നെയാണ്. റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മറ്റൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് എന്താ? ഇമ്പാക്ട് ആൻഡ് ദ ഇൻസിഡൻസ് ഓഫ് എ ടാക്സ് ആർ ബ്രോൺ ബൈ ഡിഫറെന്റ് എൻറ്റിറ്റീസ് ഈസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ടാക്സ്. ഒരു നികുതിയുടെ ഭാരം, അതായത് പ്രഭാവവും ബാധയും വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ അനുഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് നികുതിയിൽ നിന്നാണ് ചോദ്യം. നമുക്കത് കൃത്യമായിട്ട് സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് അല്ലേ പിള്ളേരെ? അതായത് നികുതി അടയ്ക്കുന്നതും നികുതി ഭാരം വരുന്നതും ഒരേ വ്യക്തിയിലാണെങ്കിൽ അത് ഏത് നികുതി ആയിരിക്കും? ഡയറക്റ്റ് ടാക്സ് ആയിരിക്കും അല്ലേ? ഡയറക്റ്റ് ടാക്സ് ആയിരിക്കും. നികുതി അടയ്ക്കുന്നതും നികുതി ഭാരവും വരുന്നതും ഒരേ വ്യക്തിയിലാണെങ്കിൽ ഡയറക്റ്റ് ടാക്സ് ആയിരിക്കും. നികുതിയുടെ ഭാരം വ്യത്യസ്ത വ്യക്തികളിലേക്ക് പോവുകയാണെങ്കിൽ, നികുതി അടയ്ക്കുന്നത് ഒരാളും അതിന്റെ ഭാരം വ്യത്യസ്ത വ്യക്തിയിലേക്ക് പോകുന്നെങ്കിൽ അത് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പരോക്ഷ നികുതി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. പരോക്ഷ നികുതിയാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. പരോക്ഷ നികുതിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ വാസ് ആൻ അഡ്വക്കേറ്റ് ഓഫ് എവർഗ്രീൻ റെവല്യൂഷൻ വിച്ച് സ്റ്റുഡ് ഫോർ. ഓക്കെ, എം എസ് സ്വാമിനാഥൻ നിന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, കയറി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉത്തരം കമന്റ് ചെയ്തിട്ട് അറിയാന്നുള്ളവര്. എവർഗ്രീൻ വിപ്ലവത്തിന് വേണ്ടി വാദിച്ചിരുന്നതായി അറിയപ്പെടുന്നു. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്താണ്? എവർഗ്രീൻ വിപ്ലവം, എവർഗ്രീൻ വിപ്ലവം, എവർഗ്രീൻ വിപ്ലവം അതിനു വേണ്ടി വാദിച്ചിരുന്നതായി. നിങ്ങൾ ഗ്രീൻ റെവല്യൂഷൻ കണക്ട് ചെയ്ത് ചിന്തിക്കരുതേ. ഗ്രീൻ റെവല്യൂഷൻ കണക്ട് ചെയ്ത് ചിന്തിക്കരുതേ. ഗ്രീൻ റെവല്യൂഷൻ കണക്ട് ചെയ്ത് ചിന്തിക്കരുത്. ഗ്രീൻ റെവല്യൂഷനിൽ നമ്മൾ രാസവളവും രാസ കീടനാശിനിയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നത് എന്തിനു നേട്ടി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് സെൽഫ് സഫിഷ്യൻസി ആയിരുന്നു. അതായത് നമുക്ക് ഈ പറയുന്ന ധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് പാർശ്വഫലങ്ങൾ ഉണ്ടായിരുന്നിട്ടും നമ്മൾ എന്ത് ചെയ്തത്? രാസവളങ്ങളും അതുപോലെ തന്നെ രാസ കീടനാശിനികളും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിച്ചത് അല്ലേ? യന്ത്രങ്ങളുടെ ഉപയോഗം കാരണം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷേ ആ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ എം എസ് സ്വാമിനാഥൻ എവർഗ്രീൻ വിപ്ലവത്തിലേക്ക് പോകണം, നമ്മൾ എവർഗ്രീൻ വിപ്ലവം പോകണം എന്ന് നമ്മൾ ചിന്തിച്ചു. അല്ല, ഇദ്ദേഹം ചിന്തിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാ വരേണ്ടത്? പിള്ളേരെ, എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, സസ്റ്റൈനബിൾ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് പ്രിസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ് ആൻസർ കേട്ടോ. അദ്ദേഹത്തിന്റെ എവർഗ്രീൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. പരിസ്ഥിതി സൗഹാർദ്ദമായ കൃഷി, സ്ഥിരതയുള്ള ആഹാര സുരക്ഷ, ജൈവവൈദ്യം സംരക്ഷിക്കുക കേട്ടോ. രണ്ടാണ്. ഗ്രീൻ റെവല്യൂഷൻ അല്ല പറയുന്നത് കേട്ടോ. ഓക്കെ, ഗ്രീൻ റെവല്യൂഷന് പാർശ്വഫലങ്ങൾ ഉണ്ടായെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ, ഇല്ലായിരുന്നോ? ഗ്രീൻ റെവല്യൂഷൻ പാർശ്വഫലങ്ങൾ ഇല്ലായിരുന്നോ പിള്ളേരെ? ഉണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് പാർശ്വഫലങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി നമ്മൾ ഗ്രീൻ റെവല്യൂഷനിലേക്ക് നമ്മൾ പോയെന്ന് കേട്ടുകഴിഞ്ഞാൽ എന്തിനാ? നമുക്ക് ആ സമയത്ത് ഭക്ഷ്യ സ്വയം പര്യാപ്തം നമുക്ക് നേടാൻ വേണ്ടിയിട്ടല്ലേ? ഈ പറയുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ നമ്മൾ സ്വയം പര്യാപ്തം നേടാൻ വേണ്ടി നേടിയോ നമ്മള്? ഗ്രീൻ റെവല്യൂഷനിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടിയോ ഇല്ലേ? ഇന്ത്യ നേടി അല്ലേ? ഇന്ത്യ നേടി. ഓക്കെ, ഇന്ത്യ നേടി. ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത ചോദ്യം ചെയ്തേ. വിച്ച് ടാക്സ് ഇൻ ഇന്ത്യ ഈസ് കോമൺലി റെഫർഡ് ടു ആസ് ദ ഗൂഗിൾ ടാക്സ്? ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്നത് ഏതാണ് ചോദ്യം? ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്നത് അറിയോ ആരെങ്കിലും? സ്കിപ്പ് കേട്ടോ. പിള്ളേരെ, ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ഇക്വലൈസേഷൻ ലെവിയാണ്. ഓപ്ഷൻ സി ആണ്, ഇക്വലൈസേഷൻ ലെവിയാണ്. ഓക്കെ, ഇതെന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ഒന്ന് റെഫർ ചെയ്ത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞുതരാം കേട്ടോ. ഇക്വലൈസേഷൻ ലെവിയാണ് കേട്ടോ. അത് പിന്നെ ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തപ്പോൾ
കേരളത്തിൽ ആദ്യമെത്തിയ വിദേശികൾ നമ്മളല്ല, ഞാൻ പറഞ്ഞത് പോർച്ചുഗീസുകാരെന്നാണ്. ഓക്കെ, പക്ഷെ അത് കറക്റ്റ് അറബികളാണ് കേട്ടോ. ഓക്കെ, എനിക്ക് ഇന്ത്യ അറബി എന്നൊരു ഓർമ്മയുണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കാതെ ഞാൻ പോർച്ചുഗീസുകാരെന്നാണ് പറഞ്ഞത്, അത് തിരുത്തിക്കോണേ. അറബികൾ തന്നെയാണ്. കേരളത്തിൽ ആദ്യമെത്തിയ വിദേശികളെന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികളെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആര് തന്നെയാണ്? ഇവിടെ അറബികൾ തന്നെയാണ്. ഓക്കെ, ആദ്യമെത്തിയ യൂറോപ്യൻസ് ആണെന്ന് കേട്ടാലാണ് ചോദ്യം മാറുന്നത്. ആദ്യമെത്തിയ യൂറോപ്യൻസ് ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. ഓക്കെ, പോർച്ചുഗീസുകാരാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ ഇക്വലൈസേഷൻ ലെവി എന്താണെന്ന് നോക്കിയിട്ടൊന്ന് റെഫർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു ചോദ്യം ഇപ്പോഴേ പഠിച്ചു വെക്കുക. ഗൂഗിൾ ടാക്സ് എന്നറിയപ്പെടുന്നത് ഇക്വലൈസേഷൻ ലെവിയാണ്, അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ഈസി ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ കറന്റ് GST റേറ്റ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ? Which are the current GST rate structure in India? ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകൾ ഏതെന്നാണ് ചോദ്യം. പിള്ളേരെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ. നമുക്കറിയാം 0, 5, 12, 18, 28 അല്ലേ? 0, 5, 12, 18, 28 നമ്മുടെ GST നിരക്കുകൾ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത which among the following is a trading platform created by the government of India with an objective of one nation, one market for agriculture crops in India? ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി. പ്രീവിയസ് ചോദ്യമാണ്, ഇത് ആദ്യമായിട്ടല്ല വരുന്നത് ഈ ചോദ്യം. ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഈ വർഷം തന്നെ ചോദിച്ചതാണ്. അറിയോ ആർക്കെങ്കിലും? വാർത്തയിലൊക്കെ ഒരുപാട് തവണ വന്നതാണ് കേട്ടോ. ഒരു രാജ്യം ഒരു വിപണി. പിള്ളേരെ ഈ നാമാണ് കേട്ടോ. ഈ നാമാണ് കേട്ടോ. ഓപ്ഷൻ എ ഈ നാമാണ് കേട്ടോ. ഈ നാമാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇത് പഠിച്ചോ. ഒരു രാജ്യം ഒരു വിപണി. ഇത് നിങ്ങൾക്ക് വീണ്ടും വരും ഈ ചോദ്യം. നിങ്ങൾ കണ്ടോ? ഈ ചോദ്യം നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരും ഈ സാധനം കേട്ടോ. ഒരു രാജ്യം ഒരു വിപണി ഈ നാമാണ്. അതുപോലെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യമാണ് അബാർ. എന്താണെന്നറിയാം? അബാർ ബാക്കിൽ ലെഫ്റ്റ് ആവണമെങ്കിൽ ചോദിച്ച് ലെഫ്റ്റ് ആവിക്കോ കേട്ടോ. 10 മണിയായി, ഇനിയിപ്പോ ഉറങ്ങാൻ സമയമായി, ചോറ് കഴിക്കാൻ സമയമായെങ്കിൽ ചോദിച്ച് ലെഫ്റ്റ് ആവാം. ആരും നിൽക്കുമെന്ന് ഞാൻ പറയാനില്ല, റെക്കോർഡ് കാണാമല്ലോ നിങ്ങൾക്ക്. ലെഫ്റ്റ് ആയിക്കോ. ശരി. എടാ അബാർ എന്താണെന്ന് അറിയോ? അബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൺ സ്റ്റുഡന്റ് വൺ ID എന്ന് പറഞ്ഞൊരു ആശയമാണ്. അതായത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആധാർ കാർഡ് ഇല്ലേടാ. ആധാർ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ആധാർ കാർഡ് പോലെ ഉള്ളതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ID കാർഡ് നാഷണൽ ലെവലിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ID കാർഡ്. മനസ്സിലായില്ലേ? അതാണ് ഈ അബാർ എന്ന് പറഞ്ഞത്. അത് ഓർത്തുണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ID കാർഡാണ് ഈ പറയുന്ന അബാർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം. Which fundamental right guaranteed by the Indian Constitution is associated with the principles of double jeopardy, ex post facto and protection against self-incrimination? Easy question ആണ്. നമ്മൾ ചോദ്യം ഇംഗ്ലീഷ് കൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾ കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ. ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷ, കുറ്റാരോപിതനെ തന്നെ അയാൾക്കെതിരെ സാക്ഷിയാക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? പിള്ളേരെ ഉത്തരമേതാ പിള്ളേരെ പറ. ആർട്ടിക്കിൾ 20 ആണല്ലേ? ആർട്ടിക്കിൾ 20 ആണ്. ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 20 ആണ് ആൻസർ. ആർട്ടിക്കിൾ 20 ആണ് ആൻസർ കേട്ടോ. ആർട്ടിക്കിൾ 20 ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് ഇനി ഈ വർഷം തന്നെ ചോദിക്കാൻ പോകുന്ന ഒരു ആക്ട് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ 3 ശിക്ഷാ നിയമങ്ങളുണ്ടല്ലോ. BNS, അതുപോലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതുപോലെ തന്നെ നമ്മളെ BSA ഭാരതീയ സാക്ഷി അധിനിയം. ഓക്കെ, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതുപോലെ തന്നെ ഭാരതീയ സാക്ഷി അധിനിയം. ഇത് 3ഉം നിലവിൽ വന്നിരിക്കുന്നത് 2024 ജൂലൈ 1 നിലവിൽ വന്നിരിക്കുന്നത് അല്ലേ? 2024 ജൂലൈ 1 നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഒരു ചോദ്യം നിങ്ങൾക്ക് വരികയാണ്. 2024 ജൂലൈ 1 മുതലുള്ള കേസുകൾ മാത്രമേ ഈ പറയുന്ന BNSS അതുപോലെ BSA പ്രാബല്യത്തിലാവൂ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ശരിയാണോ? പിള്ളേരെ, ഇപ്പം 2024 ജൂലൈ 1 മുമ്പ് നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു കേസ് രൂപപ്പെടുമെന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? 2024 ജൂലൈ 1 മുമ്പ് ഒരാളെ കൊന്നു. അതിപ്പോഴാണ് അത് കേസും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതെങ്കിൽ
അത് ഏത് പ്രകാരമേ എടുക്കത്തുള്ളൂ? നമ്മൾ IPC, CRPC അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം എടുക്കത്തുള്ളൂ. 2024 ജൂലൈ 1 അതിനുശേഷവുമുള്ള കേസുകൾ മാത്രമേ ഏത് പ്രകാരം എടുക്കത്തുള്ളൂ കുട്ടികളെ? ഈ പറയുന്ന BNS പൂർണ്ണരൂപം പഠിക്കുക. ഭാരതീയ ന്യായ സംഹിത. BNS എന്ന് വെച്ചാൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. BSA എന്ന് പറഞ്ഞാൽ ഭാരതീയ സാക്ഷി അധിനിയം. അത് മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയോ? എല്ലാവർക്കും ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് എല്ലാവർക്കും കിട്ടിയല്ലോ? കിട്ടി. ക്ലിയർ ആണ്? ഓക്കെ, ക്ലിയർ ആണ്. ശരി സാറേ, അതായത് ഇപ്പോ ലാസ്റ്റ് ഇയറിൽ നടന്ന ഒരു ഇൻസിഡന്റിന് കേസ് എടുത്തത് ഇന്നാണെങ്കിലും ഇന്നത്തെ ഇത് വരത്തില്ല അല്ലേ? അത് നടന്ന ദിവസത്തെ നടന്ന സമയത്ത്, ആ സംഭവം നടന്ന സമയത്ത് ഏതാണോ ആക്ട് പ്രാബല്യത്തിലുണ്ടായിരുന്നു അത് പ്രകാരം എടുക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. വളരെ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം ഇനിയിപ്പോ രാത്രി ലേറ്റായി. ലെഫ്റ്റ് ആയിക്കോ, ലെഫ്റ്റ് വാ. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട്, ഈ ഒരു ക്വസ്റ്റ്യനോട് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി ഞാൻ നാളെ എടുക്കാം. ഓക്കെ, നാളെ രാവിലെ ആയിക്കോട്ടെ. രാവിലെ കയറോ? 10 മണിക്ക് വെക്കേട്ടാ? അതോ 11 മണിക്ക് വെക്കേട്ടാ രാവിലെ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് പോവാടാ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോവാം. ഓക്കെ, അതിന്റെ എത്ര മാർക്ക് ഉണ്ടെന്ന് പറയണേ 20 ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. The Constitution 92nd Amendment. അതായത് 2003 92 ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത് താഴെ പറയുന്നതിൽ ഏതെല്ലാം ഭാഷകൾ ഉൾപ്പെടുത്തി? ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലെ റിവിഷൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. അപ്പൊ അന്ന് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞായിരുന്നു, ഈ സാധനം നിങ്ങൾ നോക്കി വെച്ചോ. ഇനി ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ഈ സിലബസിൽ പറയുന്ന ഭരണഘടനാ ഭേദഗതികളുണ്ട്. നമ്മളിപ്പോ സിലബസിൽ ബ്രാക്കറ്റ് തരുന്ന ഭരണഘടനാ ഭേദഗതികളുണ്ട്. അതിൽ നിന്നൊക്കെ ചോദിക്കുന്നതിന്റെ അപ്പൊ ഊറ്റാനുള്ള മാക്സിമം PSC ഊറ്റിക്കഴിഞ്ഞു. മനസ്സിലായ? നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ഭേദഗതികൾ കൂടി നന്നായിട്ട് ഓർത്ത് വയ്ക്കും. ഇപ്പൊ എല്ലാവരും പഠിക്കുമ്പോൾ നോക്കുമ്പോൾ 42, 44 എന്നും പറഞ്ഞിട്ട് അത് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ചോദിച്ച് അല്ലെങ്കിൽ പഠിച്ച് പോകാറുള്ളൂ. മനസ്സിലായ പിള്ളേരെ? ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഭേദഗതികൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ശരിയടാ, ഞാൻ ഇത് പറഞ്ഞു തരാവേ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലാണ് നമ്മൾ ഈ പറയുന്ന ഒഫീഷ്യൽ ലാംഗ്വേജ് പറയുന്നത് അല്ലേ? ഓക്കെ, ഈ 8ാം ഷെഡ്യൂളിൽ ഇപ്പൊ എത്ര ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്? 8ാം ഷെഡ്യൂളിൽ ഇപ്പൊ 22 ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. 22 ഇപ്പൊ ഉള്ളത്. ഓക്കെ, എന്നാല് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 1950 ജനുവരി 26 കേട്ടാ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 1950 ജനുവരി 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, ആ സമയത്ത് എത്ര എണ്ണം ഉണ്ടായിരുന്നു ഒഫീഷ്യൽ ലാംഗ്വേജ്? ആ സമയത്ത് 14 ഒഫീഷ്യൽ ലാംഗ്വേജ്. മനസ്സിലായോ? 14 ഒഫീഷ്യൽ ലാംഗ്വേജ്. ഈ 14 നിന്ന് 22 മാറുന്നത് 3 അമെന്റ്മെന്റ് പ്രകാരമാണ്. 3 അമെന്റ്മെന്റുകളിലൂടെയാണ് ഈ 14 എന്നത് എന്ത് ചെയ്ത് പിള്ളേർ 22 മാറിയത്. ഈ 3 അമെന്റ്മെന്റുകളും 3 ഭേദഗതികളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് അറിയോ ഭേദഗതികള്? നമ്പറെങ്കിലും അറിയൂടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നമ്പറെങ്കിലും? പിള്ളേരെ 71 ഉണ്ട്. കാരണം 71 ഉണ്ട്. വേറെ 71 ഉണ്ട്. ഇപ്പൊ ഒരെണ്ണം നമുക്ക് അറിയാം 92 ഉണ്ട്. കറക്റ്റ് ആണ്. ഓർത്ത് പറ. 21, 71, 92 കേട്ടോ. 21, 71, 92. 21, 71, 92. ഇതിൽ 21ാമത്തെ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1967 21ാം ഭേദഗതി. 21ാം ഭേദഗതി 1967. ഓക്കെ പിള്ളേരെ, ഇത് അങ്ങനെ ഓർത്ത് വെച്ചാൽ 21 + 71 92 കിട്ടും. 21 + 71 92 കിട്ടും കേട്ടോ. അത് ഓർത്ത് വെച്ചു. അപ്പൊ 3 ഭേദഗതികൾ ഓർത്തിരിക്കാൻ പറ്റുന്നത്. ഈ ഭേദഗതികൾ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഭേദഗതിയിലാണ് ഈ പറയുന്ന ഔദ്യോഗിക ഭാഷകളിൽ ഭേദഗതി വരുത്തിയത് അല്ലെങ്കിൽ 8ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്തത്? ഏതൊക്കെ ഭേദഗതിയിലും ചോദിച്ചിട്ടുണ്ട്. അത് 21, 71, 92. ഈ 67 21 ഭേദഗതി പ്രകാരം ഒരു ഭാഷ ഉൾപ്പെടുത്തി. അത് ഏതാണ് ഒരു ഭാഷ? ഏതാ പിള്ളേർ ഒരു ഭാഷ? 21ാം ഭേദഗതി പ്രകാരം ഉൾപ്പെടുത്തിയ ഒരു ഭാഷ ഏതാണ്? കറക്റ്റ് ആണ്, സിന്ധി ഭാഷയാണ്. അപ്പോൾ സിന്ധി ഭാഷയാണ് കേട്ടോ. 21ാം ഭേദഗതി പ്രകാരം ഉൾപ്പെടുത്തിയത് സിന്ധി ഭാഷയാണ്. ഏതാണ്? സിന്ധി ഭാഷയാണ് 21ാം ഭേദഗതി പ്രകാരം ഉൾപ്പെടുത്തിയത്. മനസ്സിലായ? ഒരു ഭാഷ. ഇനി അടുത്ത് 71ാം ഭേദഗതി ഏത് വർഷം എന്ന് പറയും? 71ാം ഭേദഗതി ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് കിട്ടും.
73 92 തന്നെ 92 തന്നെയാണ് 92 തന്നെയാണ് കേട്ടോ 92 71 92 ഓക്കെ. എടാ 3 ഭാഷകളാണ് ഉൾപ്പെടുത്തിയത്. ഏതൊക്കെയെന്നറിയോ? ഏതൊക്കെയാ? കൊങ്കിണി 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 കൊങ്കിണി. അടുത്ത പറ. മണിപ്പൂരി 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 മണിപ്പൂരി. അതുപോലെ ഏതാ പിള്ളേരെ? കൊങ്കിണി മണിപ്പൂരി നേപ്പാളി അല്ലേ? കൊങ്കിണി മണിപ്പൂരി നേപ്പാളി കൊങ്കിണി മണിപ്പൂരി നേപ്പാളി കൊങ്കിണി മണിപ്പൂരി നേപ്പാളി ഈ 3 ഭാഷകളാണ് ഉൾപ്പെടുത്തിയത്. ഓക്കെ. ഇനി നിങ്ങൾ നോക്കിയേ 92-ാം ഭേദഗതി 92. അപ്പൊ ഇപ്പൊ എത്ര എണ്ണമായിടാ? 3 1 4 എണ്ണമായി. അപ്പൊ 92-ാം ഭേദഗതിയിൽ ഇനി അടുത്ത് 4 ഭാഷകളാണ് വരേണ്ടത്. ഏതൊക്കെയാ 4 ഭാഷകൾ? കറക്റ്റ് ആണ്. ബോഡോ ഭാഷയുണ്ട് ബോഡോ ഭാഷയുണ്ട് ബോഡോ ഭാഷയുണ്ട് ബോഡോ ഭാഷയുണ്ട് സന്താളിയുണ്ട് 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 സന്താളിയുണ്ട്. പിന്നെ ഏതാ ഉള്ളത്? മൈഥിലി ഉണ്ട് മൈഥിലി ഭാഷയുണ്ട് മൈഥിലി ഉണ്ട്. ഡോഗ്രി ഉണ്ട് കേട്ടോ. ഡോഗ്രി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ബോഡോ സന്താളി മൈഥിലി ഡോഗ്രി ബോഡോ സന്താളി മൈഥിലി ഡോഗ്രി. ഓക്കെ. കൊങ്കിണി മണിപ്പൂരി നേപ്പാളി 92-ലും സിന്ധി ഭാഷ 67-ലുമാണ് കേട്ടോ. അതായത് 21-ാം ഭേദഗതിയിൽ സിന്ധി ഭാഷ, 71-ാം ഭേദഗതിയിൽ കൊങ്കിണി മണിപ്പൂരി നേപ്പാളി ഭാഷകള്, അതുപോലെ 92-ാം ഭേദഗതിയില് ബോഡോ സന്താളി മൈഥിലി ഡോഗ്രി. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഏതൊരു ആൻസർ നോക്കിയേ. നമ്മുടെ ചോദ്യം ഇതാണ്. ഏതാണ് ചോദ്യം? ചോദ്യം എന്ന് പറഞ്ഞാൽ 92-ാം ഭേദഗതി നിയമപ്രകാരമാണ് കേട്ടോ. കണ്ടോ? ബോഡോ മൈഥിലി സന്താളി അല്ലെ? ബോഡോ മൈഥിലി സന്താളി. ഓക്കെ, ഈ 3 അപ്പൊ ആൻസർ ഏത് വരും പിള്ളേർ? ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ എ വരും കേട്ടോ. ആൻസർ ഓപ്ഷൻ എ വരും. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ പിള്ളേരെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് കണ്ടോ? ഇതിപ്പം ഈ ഒരു ക്വസ്റ്റ്യനില് കേട്ടാ നമുക്ക് നല്ല പോലെ കൺഫ്യൂഷൻ വരെയും ചെയ്യും, നമുക്ക് കിട്ടത്തുമില്ല. കാരണം ഈ ഭാഷകളുടെ പേരെന്ന് പറയുന്ന സാധനം കണ്ടോ, എല്ലാത്തിന്റെയും ഇത് ഈ സിന്ധി കുഴപ്പമില്ല, ഓർത്തിരിക്കുക. സിന്ധി ആയിരിക്കും ഏകദേശം എല്ലാവർക്കും ഓർമ്മയുള്ളത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഏകദേശം പേരുകളെല്ലാം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. സോ ഇത് ലാസ്റ്റ് നിങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായ? അതായത് നമ്മുടെ സിലബസിന് പുറത്തുള്ള അമെന്റ്മെന്റുകളും നിങ്ങൾ ലാസ്റ്റ് റിവിഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഉൾപ്പെടുത്തുക. ഞാൻ ഇന്നിവിടെ വെച്ചിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. കാരണം വെച്ചാൽ ഇനിയിപ്പോ നമുക്ക് ഇനി മുന്നോട്ട് പോകത്തില്ല. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയേ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, ശരി. അപ്പം നമുക്ക് നാളെ രാവിലെ നമുക്ക് ഇരിക്കാം. നാളെ രാവിലെ നമുക്ക് ഒന്നുകൂടെ ഇരിക്കാം. അപ്പൊ അതിനു മുമ്പ് ഈ 20 ക്വസ്റ്റ്യനിൽ നിങ്ങൾ എത്ര സ്കോർ ചെയ്തെന്നുള്ള കാര്യം ഒന്ന് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ, 20 ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം സ്കോർ ചെയ്യുന്നുള്ള കാര്യം കമന്റ് ചെയ്തേ. എല്ലാവർക്കും എത്ര എണ്ണം കിട്ടിയെന്നുള്ള കാര്യം. ഞാൻ കൂട്ടിയില്ലായിരുന്നു. കൂട്ടിയ ആരെങ്കിലും ഉണ്ടാടേ? നിങ്ങൾ എപ്പോ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്താലും പിള്ളേരെ, അതിപ്പോ 5 ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എത്ര എണ്ണം ശരിയായി എത്ര എണ്ണം തെറ്റിയെന്ന് നോക്കി തന്നെ പോകണം. അപ്പോഴേ നിങ്ങൾ ചിന്തിക്കത്തുള്ളൂ എനിക്ക് ഇത്ര എണ്ണം തെറ്റി ഇത്ര എണ്ണം ശരിയായെന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് തെറ്റിയതൊക്കെ പഠിക്കാനുള്ള ഒരു ഊർജ്ജം വരത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ?